ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും മിടുക്കരായിട്ട് ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കുവാണല്ലേ? നമുക്കിന്നൊരു കഥ കേട്ടാലോ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ധാരാളം കഥകൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥയുണ്ട്, ആമയുടെയും മുയലിൻ്റെയും കഥയുണ്ട്, മുതലയുടെയും കുരങ്ങച്ചൻ്റെയും കഥയുണ്ട് അല്ലേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ പഞ്ചതന്ത്രം കഥകളിൽ ഉൾപ്പെടുന്ന ഒരു കഥയാണ്. എന്താണത്? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കഥ? കുഞ്ഞു മക്കളായ നിങ്ങൾക്ക് ധാരാളം ഗുണപാഠം നൽകുന്ന, അറിവ് നൽകുന്ന കുറേ കഥകൾ അടങ്ങുന്ന ഒരു കഥാപുസ്തകമാണ് പഞ്ചതന്ത്രം കഥകൾ. ദാ ഇവിടെ നമ്മുടെ കൊച്ചു ദിയയ്ക്ക് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അമ്മുമ്മ ഒരു നല്ല കഥ പറഞ്ഞു കൊടുത്തു. അമ്മുമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ ദിയയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ശക്തി മാത്രം പോരാ നമുക്ക് ജീവിക്കാൻ, പിന്നെയോ നല്ല ബുദ്ധിയും വേണം അല്ലേ? അങ്ങനെ തൻ്റെ ബുദ്ധി കൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ജീവൻ രക്ഷിച്ച ഒരു കുഞ്ഞു മുയലിൻ്റെ കഥയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? സിംഹത്തെ തോൽപ്പിച്ച മുയൽ. ഒരു കാട്ടിൽ അതിശക്തനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അവൻ ദിവസേന ഓരോ മൃഗങ്ങളെയും കൊന്നു തിന്നുമായിരുന്നു. ഒരു ദിവസം ആ കാട്ടിലെ മാൻ, കുറുക്കൻ, പുലി, മുയൽ മുതലായ മൃഗങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി. എന്നിട്ട് സിംഹത്തെ ചെന്ന് കണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് ഒരു ദിവസത്തേക്ക് ഒരു മൃഗത്തെ കിട്ടിയാൽ മതിയല്ലോ. ഇന്നു മുതൽ ദിവസേന ഓരോ മൃഗം അങ്ങയുടെ അടുത്ത് എത്തിക്കൊള്ളും. അങ്ങ് ഇര തേടി ബുദ്ധിമുട്ടേണ്ട. സിംഹം അത് സമ്മതിച്ചു. മൃഗങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലുമെന്ന് സിംഹം ഭീഷണിപ്പെടുത്തി. അങ്ങനെ ദിവസവും ഓരോ മൃഗം സിംഹത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മുയലിന് പോകാൻ ഉള്ള ദിവസമെത്തി. പക്ഷേ മുയലിനാകട്ടെ പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെ രക്ഷപ്പെടാമെന്നും എങ്ങനെ സിംഹത്തെ കൊല്ലാമെന്നും ചിന്തിച്ച് നടപ്പു തുടങ്ങി. മുയൽ അങ്ങനെ ചിന്തിച്ച് നടന്ന് ഒരു പൊട്ടക്കിണറിൻ്റെ അടുത്തെത്തി. അതിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദാ മറ്റൊരു മുയലിനെ കണ്ടു. വീണ്ടും നോക്കിയപ്പോഴോ അത് തൻ്റെ തന്നെ പ്രതിരൂപമാണെന്ന് മുയലിന് മനസ്സിലായി. അപ്പോഴാകട്ടെ മുയലിന് ഒരു ബുദ്ധി തോന്നി. കുറേ ദിവസങ്ങൾക്ക് ശേഷം മുയലിൻ്റെ ഊഴം വന്നു. മുയൽ സിംഹത്തിൻ്റെ അടുത്ത് അന്ന് വൈകിയാണ് എത്തിയത്. വിശന്ന് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു അപ്പോൾ സിംഹം. മുയലിനെ കണ്ട് സിംഹം ഗർജിച്ചു. അപ്പോൾ മുയൽ വിനയത്തോടെ പറഞ്ഞു, പ്രഭോ, ഞാനും 4 മുയലുകളും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഗുഹയിൽ നിന്ന് ഒരു സിംഹം പുറത്തു വന്നു. അത് ഞങ്ങളെ പിടിച്ചു തിന്നാൻ ഒരുങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങയുടെ അടുത്തേക്ക് വരികയാണെന്നുള്ള കാര്യം ആ സിംഹത്തെ അറിയിച്ചു. പക്ഷേ ആ സിംഹം അങ്ങയെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു ശക്തി പരീക്ഷണം നടത്തി വിജയിച്ചാൽ ആ സിംഹത്തിനെ എല്ലാ മുയലുകളെയും തിന്നാമെന്ന് പറഞ്ഞ് മറ്റു മുയലുകളെ അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങ് എന്നോടൊപ്പം വന്ന് നമ്മുടെ ശത്രുവായ ആ സിംഹത്തെ തോൽപ്പിക്കണം. അതു കേട്ട സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു. ഈ കാട്ടിൽ മറ്റൊരു രാജാവ് വേണ്ട എന്നു പറഞ്ഞ് മുയലിനോടൊപ്പം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവർ നടന്ന് കിണറിനടുത്തെത്തി. പ്രഭോ, ഈ ഗുഹയിലാണ് ആ സിംഹം താമസിക്കുന്നത്, മുയൽ സിംഹത്തിനോട് പറഞ്ഞു. അപ്പോഴാകട്ടെ സിംഹം കിണറ്റിലേക്ക് നോക്കി അലറി. അപ്പോൾ അതിലൊരു സിംഹത്തെ കണ്ടു. അലർച്ചയുടെ പ്രതിധ്വനിയും കേട്ടു. മറ്റേ സിംഹമാണെന്ന് കരുതി കുപിതനായ സിംഹം ആ കിണറ്റിലേക്കെടുത്ത്
ചാടി. അങ്ങനെ ആ സിംഹത്തിൻ്റെ കഥയും കഴിഞ്ഞു. എല്ലാവരും കഥ കേട്ടില്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ടല്ലേ? എന്താണത്? ശക്തിയേക്കാൾ ബുദ്ധിയാണ് വിജയം നേടുന്നത്. മാത്രമല്ല, എത്ര ചെറിയവനായാലും ബുദ്ധിപൂർവമായ നീക്കത്താൽ ഏത് ശക്തനെയും നമുക്ക് തോൽപ്പിക്കാം. എല്ലാവരും കഥ നന്നായി വായിക്കണേ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.